മാറുകയാണോ, സർക്കാർ പിന്നാക്കം പോവുകയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങൾ MLA ഹോസ്റ്റലിൽ നിന്നാണ്. മുഖ്യമന്ത്രിയെ കാണാൻ ഇതാ PV അൻവർ പുറപ്പെടുന്നു. മാധ്യമങ്ങളെ കാണുന്നില്ല. മുഖ്യമന്ത്രിയെ കണ്ട ശേഷമായിരിക്കും പ്രതികരണം. 2 ദിവസം മുമ്പ് പൊട്ടിച്ച ബോംബ്, അതിൽ കൂടുതൽ തെളിവുകളുമായിട്ടാണോ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് PV അൻവർ പോകുന്നത്? ഒന്നും പറഞ്ഞിട്ടില്ല. റിനു ഉണ്ട് അവിടെ. റിനു, എന്താണ് അൻവർ പറഞ്ഞത്? അൻവർ നിലവിലൊന്നും പറയാൻ വേണ്ടി തയ്യാറായിട്ടില്ല. അദ്ദേഹം സെക്രട്ടേറിയറ്റിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. MLA ഹോസ്റ്റലിൽ നിന്ന് അദ്ദേഹം സെക്രട്ടേറിയറ്റിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. മാധ്യമങ്ങൾ അദ്ദേഹത്തോട് പ്രതികരണം ആരാഞ്ഞിരുന്നു, പക്ഷേ പ്രതികരിക്കുവാൻ വേണ്ടി തയ്യാറായില്ല. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം തിരികെ എത്തി മാധ്യമങ്ങളെ കാണും എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എന്തായാലും മുഖ്യമന്ത്രിയെ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയായിരിക്കും കാണുക എന്നുള്ളതാണ്. നിലവിൽ അദ്ദേഹം അങ്ങോട്ടേക്കാണ് പോയിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ കാണുവാൻ വേണ്ടി 12 മണിക്ക് സമയം നൽകിയിരുന്നെങ്കിലും പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ടുള്ള യോഗം നീണ്ടുപോയതിനാൽ അദ്ദേഹം കാണാൻ സമയം, അതായത് MLA ഹൗസിൽ നിന്ന് ഇറങ്ങാൻ സമയം വൈകുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ അദ്ദേഹം നമ്മുടെ ഫ്രെയിമിലുണ്ട്. അദ്ദേഹം സെക്രട്ടേറിയറ്റിലേക്ക് തന്നെയാണ് പോകുന്നത്. PV അൻവർ പുറപ്പെട്ടിരിക്കുന്നു. PV അൻവറിന്റെ പിന്നാലെ ഞങ്ങളുടെ മാധ്യമ പ്രതിനിധികളുമുണ്ട്. MLA ഹോസ്റ്റലിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് അധികം ദൂരമില്ല. വാഹനം നീങ്ങുകയാണ്. അല്പസമയത്തിനകം മുഖ്യമന്ത്രിയുമായി അൻവർ കൂടിക്കാഴ്ച നടത്താനിരിക്കുന്നു. നേരത്തെയും മുഖ്യമന്ത്രിയുമായി കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ അൻവർ ശ്രമിച്ചിരുന്നെങ്കിലും ദീർഘമായി പറയേണ്ട തെളിവുകൾ, ദീർഘമായി സമർപ്പിക്കേണ്ട തെളിവുകൾ, ദീർഘമായ കൂടിക്കാഴ്ച വേണ്ടതിനാൽ അത് സംഭവിച്ചില്ല എന്നാണ് അൻവർ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. അൻവർ ഇപ്പോൾ മുഖ്യമന്ത്രിയെ കാണുന്നു. അതൊരു ദീർഘ കൂടിക്കാഴ്ചയാകുമോ? കൂടുതൽ തെളിവുകൾ കൈമാറുമോ? ഏതൊക്കെ തലകൾ ഉരുളും അറിയാൻ അല്പസമയം കൂടി കാത്തിരിക്കേണ്ടി വരും. അഥവാ തലകൾ ഉരുളുമോ അതോ അൻവർ ആകുമോ പുറത്തേക്ക്? ഒന്നും അറിയില്ല. മുഖ്യമന്ത്രിയെ കാണാൻ അൻവർ പുറപ്പെട്ടിരിക്കുന്നു. അവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ R ശ്രീജിത്തുമുണ്ട്. അതോടൊപ്പം TV പ്രസാദും. ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, ഇപ്പോൾ രാഷ്ട്രീയമായി എന്തൊക്കെയോ സംഭവിക്കുന്നു എന്നുള്ളതാണ്. CPM-നകത്ത് എന്തോ സംഭവിക്കുന്നു, സർക്കാരിൽ എന്തോ സംഭവിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഒന്നും കൃത്യമായി പുറത്തേക്ക് വരുന്നുമില്ല. വലിയ നടപടികൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതീക്ഷിച്ചു, ADGP-ക്കെതിരെ, SP-ക്കെതിരെ. പക്ഷേ ഒന്നും ഉണ്ടായില്ല. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് അന്വേഷണം തുടരട്ടെ, ആ സ്ഥാനത്ത് തന്നെ ADGP തുടരട്ടെ എന്ന തീരുമാനം വരുന്നു. വലിയ ആരോപണങ്ങൾ മുഖ്യമന്ത്രി ഓഫീസിനെതിരെ തന്നെ ഉയർത്തിയ അൻവർ ഇതാ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നു. ശ്രീജിത്ത്, നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? അൻവർ ഉയർത്തിയ ആക്ഷേപങ്ങളിൽ കുലുങ്ങി മറിയുകയാണ് സർക്കാരും ഒപ്പം തന്നെ പോലീസ് സേനയും മറ്റ് CPM-ലെ ഉൾപ്പാർട്ടി രാഷ്ട്രീയവും. അൻവറിന് പിന്നിൽ ആരാണ് എന്ന ചോദ്യമാണ് ഏറ്റവും ശക്തമായി ഈ ഘട്ടത്തിൽ ഉയർന്നത്. അത് മുഖ്യമന്ത്രി തൻ്റെ ആശീർവാദത്തോടു കൂടിയാണ് അൻവർ ഈ കാര്യങ്ങൾ ഉന്നയിക്കുന്നത്. ആ ആശീർവാദത്തിൻ്റെ പിന്നിലെ ലക്ഷ്യം സർക്കാരിലെ ഭരണത്തിലെ ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ് എന്ന് കരുതുന്നവരുമുണ്ട്. എന്നാൽ അതല്ല, CPM-ലെ P ശശി വിരോധം ഉള്ള ആളുകൾ ഉയർത്തിവിടുന്ന അത് അവർ PV അൻവറിനെയും KT ജലീലിനെയും കാരാട്ട് റസാക്കിനെയും മുൻനിർത്തി നടത്തുന്ന നീക്കമാണ് എന്ന് പറയുന്നവരുമുണ്ട്. ഇത്തരത്തിൽ എന്തായാലും PV അൻവർ ഉയർത്തിവിട്ട ആക്ഷേപങ്ങൾ സർക്കാരിനെ പിടിച്ചുകുലുക്കിയിരിക്കുന്നു. മാത്രമല്ല, സർക്കാരുമായി ബന്ധപ്പെട്ട് പോലീസ് സേനയിൽ വലിയ തോതിലുള്ള അവിശ്വാസമുണ്ടാകാൻ ഇത് ഇടയാക്കിയിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ വ്യക്തമാണ്. അൻവർ ഉയർത്തിവിട്ട ആക്ഷേപം